പീക്കാണ്. Therapy is too expensive, so I used to watch Eagle all time. സത്യമല്ലേ, എന്റെ സൗണ്ടിന് താറാവായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടോ? സത്യം, അത് ഈ കമന്റിൽ പറയുന്ന ആൾക്കാരുടെ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അതൊരു സിമിലാരിറ്റി ഉണ്ട്. എനിക്ക് ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത്. സത്യമാണ് കേട്ടോ അത്. സത്യമാണ് 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 സത്യമാണ്. ഇവരോ ഇത് ഞാൻ വരച്ചാണ് പെൻസിൽ ഡ്രോയിങ്. എടാ കൊള്ളാടാ, അടിപൊളി. പക്ഷെ ഇതില് ഹാൻഡ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു മാറ്റം ഉണ്ടറാ. ഇവിടെ ഒരു ഹാൻഡ്സ് വെച്ചതുപോലെ ആയിപ്പോയി. പക്ഷെ ഇത് ബാക്കിയെല്ലാം സെറ്റാണ്, ബാക്കിയെല്ലാം കിടില്ല. അടിപൊളി അടിപൊളി അടിപൊളി. നൈസ് കിടലം കിടലം. നൈസ് ചെയ്യണം. വെയിറ്റ് ഫോർ ദ എൻഡ്. ജീവനോടുണ്ടല്ലേ? നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ പെണ്ണെ. വയസ്സായി വയസ്സനെ. ഇതൊരു ഡ്രോയിങ് വീഡിയോ ആയിരുന്നോ? ഇവിടെ അത് കണ്ടാണത്. എന്റെ പൊന്നോ ബ്രോ, കിടിലം. അമൽ സിന്ധു ബ്രോ, വിഷയം സാധനം കേട്ടാ. കിടിലം. ജസ്റ്റ് പ്രൈവറ്റ് ബസ് തിങ്സ്, കണ്ണൂര്. അത് ശരിയല്ലേ? ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഉണ്ടോടാ? പണ്ടത്തെ എല്ലാ പ്രൈവറ്റ് ബസ്സിലും ഉണ്ടാവും. എല്ലാ മതത്തിന്റെ ഓരോ ആൾക്കാരെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് യേശു, ഗണപതി, ഈ പള്ളിയിലെ ഇതിനെന്താ പറയാ? മോസ്ക്. അറിയാത്ത കാര്യം പറയല്ലേ. അയ്യോ, അത് ഇതിനെങ്ങനെ? ഇതിപ്പോ എടാ, ഹിന്ദുക്കൾക്ക് കുറെ ദൈവങ്ങളുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പേരാണ്. അല്ല, അങ്ങനല്ല. അല്ലാതെ എനിക്കറിയാം. ഞാൻ അങ്ങനല്ല. മക്ക. അതാണോ ഇത്? ഓക്കെ. അത് എനിക്ക് അറിഞ്ഞൂടാ, അതാ ചോദിക്കുന്നേ. അന്നേരം മോസ്ക് എന്നാ പള്ളി പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇതിന്റെ കൂടെ ആ സൈഡ് സീറ്റും കൂടെ കിട്ടണം. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിൽ അയ്യോ ചൊല്ലുന്ന മലർത്തേങ്കിലി. സത്യല്ലേ? പക്ഷെ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന്, അതായത് ഞാൻ കറക്റ്റ് പറയാം എപ്പോഴാന്ന്, ജിയോടെ നെറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ തൊട്ട് എല്ലാരും ഹെഡ്സെറ്റും ഫോണിലും സ്വന്തം പാട്ട് കേൾക്കുന്ന പരിപാടിയായി. അതുവരെ നമ്മള് വണ്ടിക്കകത്ത പാട്ടായിരുന്നു കേൾക്കുന്നത്. വണ്ടിയോ? ഞാൻ പഠിക്കുമല്ലയോ? പഠിക്കുമല്ല, വണ്ടി ഓടിക്കും. അതിനുള്ള പ്രായമൊന്നും സൗദിയിലൊക്കെ ഓടിക്കുന്നേ. മുന്നേ ഇങ്ങ് വന്നേ വണ്ടി ഓടിക്കുക. അങ്ങനെ തരത്തില്ല മോനെ. അങ്ങനെ തരാനുള്ള സാധനം ഒന്നുമില്ല. കളിക്കാനുള്ള സാധനം, കളിപ്പാട്ടമല്ലല്ലോ ഇത്. ബസ്സല്ലയോ, തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ പൊന്നോ, ഇരുട്ടൊക്കെയാ. പോ, വീട്ടിൽ പോയിക്കോ. ഇറങ്ങുമൊന്നും വേണ്ട. അപ്പോൾ അവനെ കളിയാക്കാടാ ചുമ്മാ. റിയൽ ലൈഫ് ആകുമ്പോ ഷേസ് എടുത്ത് വണ്ടി പണിതാ. ബസ് ഓടിക്കുന്ന പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മോനെ മോൻ പഠിക്കില്ലോ വിട്ടോളാൻ. റിയൽ സ്റ്റോറിയാണ്. മുന്നേ അത് നിന്റെ വണ്ടി നീ കൊടുക്കുവായിരുന്നു. വണ്ടി എടാ, നിനക്ക് അത്ര വശമാണ്. നീ ഒരു വണ്ടി എടുത്ത് ഓടിക്ക്. എടാ,
നീയൊക്കെ ഒന്ന് നിർത്ത്. എനിക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഓടിക്കും. അത് ഇനി നീമാര് പറഞ്ഞ പോലെ വണ്ടി എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പൊ അങ്ങനെ തരത്തില്ല മോനെ. അങ്ങനെ തരാനുള്ള സാധനമൊന്നുമില്ല. കളിക്കാനുള്ള സാധനം കളിപ്പാട്ടമല്ലല്ലോ. ക്ഷമിക്കാനും പറ്റുന്നില്ല, എത്ര പഠിക്കാന്ന് പറഞ്ഞാൽ 3-ലോ 4-ലോ മറക്കാനും പറ്റുന്നില്ല. വണ്ടി ഓട്ടിക്കുന്നു. കാറല്ലേ ബസ്. എന്റെ അമ്മോ, എടാ ഈ പുള്ളിയുടെ ബസ്സാണോ മറ്റേ ഞാൻ അന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ പെർമിറ്റ് മറ്റേ സൗണ്ട് ഒക്കെ ഇട്ട് വന്നേ? ആ ഈ പുള്ളിയുടെ വണ്ടിയാണോ അത്? അതെ. മോനെ ഇരുട്ടായി, ഞാൻ വീട്ടിൽ പോട്ടെ. കൊള്ളാല്ലേ, 21 വയസ്സല്ലേ? 21 വയസ്സാ? ഒരു 21-കാരന്റെ ഈഗോ. എത്ര വയസ്സാ മന്ദാരം? ഇതുപോലൊരു വണ്ടി എത്ര രൂപ വില വരുവാടാ? 46 ലക്ഷം രൂപ. മന്ദാരം പോയി. പണി ഇറക്കുമ്പോഴത്തേക്ക് 10-70 ലക്ഷം രൂപയാവും. 20 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇങ്ങനെ പണിത് തരുമെന്നാണ് നീ പറയണേ? 20 ലക്ഷം രൂപയ്ക്ക് അവിടെ ചെന്നിരുന്ന പണിത് തരും, നോക്കിയിരുന്നോ നീ? വേറെ പണിത് തരുന്നു എനിക്ക്. 46. എത്ര രൂപ വരുമായിരിക്കും? എല്ലാം കൂടി ഒരു 80 ലക്ഷം രൂപയാവും. എന്റെ TVA ഹോളിഡേസ്. 28-കാരന് ഈഗോ ഇല്ല. 28-കാരന്റെ ഈഗോ ചത്തുപോയി. ഒരു BMW ഇവിടെ കിടക്കണ ചോറവേരി പണിതോണ്ടിരിക്കുന്ന വണ്ടി. ഇനി ബില്ല് വരുമ്പോ അറിയാം മനുഷ്യൻ എത്രയാവുന്നത്. ബ്രോ എന്തായാലും കൊള്ളാം. ഉള്ളിൽ ആ ഫയർ ഉണ്ടായിരുന്നല്ലോ ബ്രോ. കൺഗ്രാചുലേഷൻസ്. 2 വണ്ടി ആയല്ലോ. ഇടയ്ക്ക് നമുക്കൊരു ട്രിപ്പൊക്കെ വിളിക്കാം. ഫ്രീ ആയിട്ട് തരണേ. എല്ലാവർക്കും മുട്ട തരാം. തുറന്നു വെക്ക്. ഓ, ഒരു ജുമയ്ക്കുള്ള ആളുണ്ട്, 4 മുട്ടയുണ്ട്, കേറ്റുകളയും. ഇത് ഏത് പടവാടാ ഇത്? മുട്ട തരില്ല. ദാ പെണ്ണുങ്ങൾ വെച്ചോളി. ദാ പിടിക്ക്. ആണുങ്ങൾക്കുള്ള മുട്ട നമ്മൾ ഓതിക്കൊണ്ടിരിക്കണേ, പിന്നെ തരാം. ഇതാരാ? This is Chandana, the girl I'm going to get married. പടച്ചോനെ എല്ലാണെങ്കിലും കുഞ്ഞുങ്ങളാ. പടച്ചോനെ വീടിനകത്തൂടെ നാഷണൽ ഹൈവേ. മോന ഏത് കൊതുക് തിരിയന്റെ മകനായാലും ഞമ്മക്ക് വിഷയമല്ല. എടോ അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മകന്റെ കുണ്ടിക്ക് തയമ്പോരോ? ഇത് ഏത് ഞാൻ ഈ പടം പോലും കണ്ടിട്ടില്ല കേട്ടോ. 6 ബസ് ഉണ്ടെന്നാന്നോ? ഏതോ വീഡിയോ മിസ്സായി. മുച്ചിരി പറഞ്ഞോണ്ടിരിക്കാൻ എല്ലാവരും ആണ് നോക്കിയാണ്. 6 ബസ്സോ? ഒരു Turn the coin. Sometimes there is a brighter side that we never looked at. സിനിമയുടെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൊതുവേദികളിൽ കാണാറില്ല. അതെവിടേക്കാണ് ഈ അപ്രത്യക്ഷനാകുന്നത്? സിനിമയുടെ ബിസിനസ് അതാണ് ഞാൻ മെയിനായിട്ട് നോക്കാറ്. മറ്റേ ഞാനത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കൊന്നും ജനം എന്നെ സംസാരിക്കാൻ അറിയില്ല, പൊതുവേദിയിൽ സംസാരിക്കാൻ അറിയില്ല. അത് കാരണം എൻ്റെ കുറെ താഴെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പബ്ലിക് വന്ന് കാണിക്കണ്ടെന്ന് വെച്ചിട്ടാ. താല്പര്യമുണ്ട്, പറ്റുന്നില്ല. പിന്നെ 10 പേരിൽ 2 എണ്ണം തോണ്ടും. പിന്നെ എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഇതിലും പറയും. പിന്നെ പ്രശ്നം ബെറ്റർ വീട്ടിലകത്തിരിക്കുക. പുള്ളി ഒരു പാവം പിടിച്ച മനുഷ്യനാടാ ശരിക്കും. പുള്ളി ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. പക്ഷെ ചില സമയത്തൊക്കെ ബാറിലൊക്കെ അടിയൊക്കെ ഉണ്ടാകുന്നതാണാവോ. ഓരോ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഞാൻ. അത് എല്ലാത്തിനും 2 സൈഡ് ഉണ്ടാവണം. ഓബ്വിയസ്ലി എല്ലാത്തിനും ഉണ്ടാവല്ലോ. പാട്ട് വേണമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. തൊട്ടടുത്ത് വേറെ ഹമ്മിങ് പാടാൻ വേണ്ടി മക്ബൂൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ 2 ദിവസം മുമ്പ് ഒരു പ്രണയ നൈരാശ്യത്തിൽ ഇരിക്കുന്ന ആളായിരുന്നു. എന്തെങ്കിലും എഴുതി വെക്കും ചുമ്മാ. എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി. അദ്ദേഹം ഒരു ലിറിസിസ്റ്റ് ഒന്നുമല്ല. പുള്ളി പറഞ്ഞിരിക്കും. പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന ആളാണ്. ട്യൂൺ കൊടുത്തു, അതങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളി ചുമ്മാ ഡമ്മി എന്തെങ്കിലും എഴുതി തരാൻ പറഞ്ഞിട്ട് കൊടുത്താ. ആ ഡമ്മി എഴുതി തന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. എനിക്ക് പഠിച്ച വേണം. ഇത് എന്തൊരു പാട്ടല്ലേ ഇത്?
കാണാം ചില്ലാത്. അവിടെ ഓപ്പൺ അല്ലേ ഇങ്ങനെ വരാൻ നേരിച്ചിട്ട് എളുപ്പത്തിൽ വരാന്ന് ഇതെന്തിന് എളുപ്പത്തിൽ വരാൻ നോക്കിയൊന്ന് താഴോട്ട് ഇറങ്ങാനാ? പണി കിടക്ക്. അതായത് ബ്ലോക്ക് ഇതാ GTA ചാടിക്കുന്നുണ്ട്. വെർട്ടിക്കൽ പാർക്കിങ് പില്ലറ കഴിയല്ലേ? ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണ് ആണോ? അപ്പൊ ഇവിടെ എന്തായാലും അവന്റെ ബിഒവിയിൽ ഇവിടെ വഴിയുണ്ടായിരുന്നു ഉറപ്പായിട്ടും. പിന്നെ അവന്റെ ബിഒവിയിൽ ഇത് പണി തീർന്ന നാഷണൽ ഹൈവേ ഇറക്കിയപ്പോഴല്ലേ അറിയണത്. ആൾക്കാർ സേഫ് ആണോ ഇതിനകത്ത് ഇരുന്നേ? ആർക്കും എന്തെങ്കിലും പറ്റിയോ? ആർക്കൊന്നും പറ്റിയില്ലെന്നാ. ആണോ? ഇത് കെവിനെ പോലെ ആരോ ട്രാൻസ്ഫോമറില്ലെന്ന് വിചാരിച്ച് ട്രാൻസ്ഫോമർ ഇടിച്ചു കയറ്റുക, വീടിന് മതിലെന്ന് വിചാരിച്ച് മതിലിൽ ഇടിച്ചു കയറ്റുക. അണ്ണാ കാനന്റെ പാതിലൂടെ ശബരിമല അറൗണ്ട് 45 കിലോമീറ്റർ കാണാതെ പോകരുത് ഈ കലാകാരനെ. ചൂണ്ടല്ല പവറിലല്ല കാര്യം. ഇതാ സാധനം നോക്ക്, അടിച്ച് വലിച്ചേറ്റിക്കുന്ന സാധനം നോക്കി. ചൂണ്ടിരിക്കലാണിത്. ഇതൊക്കെ ഇതൊക്കെ ഷട്ടിലിന്റെ സാധനം. ഇത് ഷട്ടിലിന്റെ ഇത് മറ്റേ ടെക്നോളജിയാ. എടാ അവനൊക്കെ കുറച്ച് കഴിയുമ്പോ വിഷയ സാധനമൊക്കെ ഉണ്ടാക്കും. ഇത് അടിക്ക് ഉറപ്പാണ് മലപ്പുറം കപ്പടിച്ചു പോരും. അജാതായിട്ടോ. ഞാൻ മറ്റേ പ്ലാസ്റ്റിക് എന്താ വെച്ചിട്ടാ ഈർക്കിളി. ഈർക്കിളി എന്നാണോ നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞേ? ഇവിടെ ഈർക്കിളിയോ? ഈർക്കിൽ എന്നല്ലേ പറയണ? ഈർക്കിൽ ഞങ്ങളുടെ ഈർക്കലി എന്ന് പറയും. ഈർക്കിളി എന്നാണ് പറയണേ. നമ്മുടെ ഇടയ്ക്ക് ഈർക്കിൽ എന്നാ പറയണേ ഇതിന്. ഈർക്കിൽ ഇതൊക്കെ ആര് പടച്ചു വിടുന്നത്? എന്താ ഇങ്ങനെ ഞങ്ങള് പാവങ്ങള് തീ തുപ്പുന്ന ഫ്രീക്കിക്ക് കൊണ്ട് ഗോൾവലകൾ തുളയ്ക്കും. ആ ബോൾ ഗ്രൗണ്ടിലേക്ക് വെക്കുന്നതെന്നോ? ഈശോ പാണ്ടിക്കരിമ്പാറ വന്നതായിരിക്കും അല്ലേ? അതെ അങ്കിൾ. പിന്നെ വേറെ കൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാടാ ഗൈസ്. ഇത് ഞാൻ വീഡിയോ കണ്ടതായത്. ഇത് നമ്മൾ കണ്ടതാടാ ഇതിനു മുമ്പേ. ഇതെന്താ ഇവിടെ വെട്ടിക്കയറ്റിക്കോണ് ഇവിടെ? അത് ഇത് യഥാർത്ഥത്തിലുള്ള റിയാക്ഷൻ ആണോ? വായി തരത്ത് വെച്ച് കുറച്ച് തുപ്പല് വെച്ച് കൊടുക്കണ അയ്യമ്മീനകത്ത്. അതെ, അത് ഞാൻ കറക്റ്റ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എവിടെ തുപ്പണമെന്ന് അവനറിയാം. എവിടെ തുപ്പണമെന്ന് പയ്യെ കറക്റ്റായിട്ട് അറിയാം. ഇതൊക്കെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ പിന്നെ.